പച്ച നിറ മന്ത്രവാദിനി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് മൃഗങ്ങളെ വേട്ടയാടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. തനിക്കിഷ്ടമുള്ള മൃഗങ്ങളെ സൂവിൽ അടച്ചു വെക്കും. ആ രാജാവിന്റെ കാട്ടിലുള്ള മൃഗങ്ങൾ ഒരിക്കലും സന്തോഷിച്ചിട്ടേയില്ല. ഒരു പച്ച നിറത്തിലുള്ള മന്ത്രവാദിനി ആ രാജകുമാരനെ മയക്കി മൃഗങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ ദിവസം അത്ര ശരിയല്ലല്ലോ. ഇന്നൊരു മുയലിനെ പോലും പിടിക്കാൻ പറ്റിയില്ലല്ലോ. അവന്റെ അടുത്ത് സംസാരിക്കാതിരിക്കെ, അവന് കുറച്ച് സമാധാനം കിട്ടട്ടെ. ആ പച്ച നിറത്തിലുള്ള മന്ത്രവാദിനി ഈ കാട്ടിലാണ് ജനിച്ചു വളർന്നത്. അവൾക്ക് മൃഗങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് രാജാവിനെ തടുത്തു നിർത്താൻ ഒരു തീരുമാനമെടുത്തു. രാജകുമാര, ഇന്ന് നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചോ? ഇല്ല, മൃഗങ്ങളൊക്കെ എന്നെ കണ്ട ഉടനെ ഓടിപ്പോയി. ഓ, അതുകൊണ്ടാണോ ആയുധത്തോടൊപ്പം നിങ്ങളുടെ പടയുമായി ഇവിടേക്ക് വന്നത്? നീ അങ്ങനെ ചെയ്യോ? എന്താ പറയുന്നേ? അറിയില്ല, എനിക്ക് പെണ്ണുങ്ങളെ കുറിച്ചൊന്നും അത്ര വിവരമില്ല. നിങ്ങളൊരു കാട്ടുജീവി ആയിരുന്നെങ്കിൽ. ഞാനൊന്നും കാട്ടുജീവിയല്ല. ആ പച്ച മന്ത്രവാദിനി രാജകുമാരനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് ആ രാജകുമാരനെ അവൻ പറഞ്ഞതുപോലെ തന്നെ മാറ്റാനായി അവൾ ശ്രമിച്ചു. എന്താ ഈ മന്ത്രം പ്രവർത്തിക്കാത്തത്? ഒന്ന് നിന്നെ, നിങ്ങൾ ആരാ? ആ രാജകുമാരന് ആ പെണ്ണിനോട് സംശയം തോന്നി. പക്ഷേ അവൾ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹം അവളെ തിരഞ്ഞു നടന്നില്ല. മഹാരാജാവേ, നിങ്ങൾക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. പ്രധാനമന്ത്രി, നിങ്ങൾ എല്ലാ കാര്യവും അറിയാവുന്നവരാ. ഒരുപക്ഷെ ഈ കാട്ടിനുള്ളിൽ മന്ത്രവാദി വല്ലതും ഉണ്ടോ? പച്ചില മന്ത്രവാദികളെ കുറിച്ച് പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്ത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ മഹാരാജാവേ, നിങ്ങൾക്ക് പ്രേമം വന്നെന്നാ തോന്നുന്നേ. ആ പച്ച മന്ത്രവാദിനി താൻ ഇട്ട ശാപം എന്താ രാജകുമാരന് ബലിക്കാത്തതെന്ന് സംശയത്തിലായി. അതിനെക്കുറിച്ച് ചോദിക്കാൻ ഗുരുജിയെ കണ്ടു. അദ്ദേഹം വലിയ മന്ത്രവാദിയാണ്. പേര് സ്മൈലക്സ്. ആ രാജകുമാരനെ മന്ത്രം പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചു, പക്ഷെ മാറിയില്ലല്ലോ. എന്നെ കൊണ്ട് എന്തുകൊണ്ടാ അത് സാധിക്കാത്തത്? ആ രാജാവിന്റെ അടുത്ത് എന്തോ ഒരു രക്ഷാകവചം ഉണ്ടെന്നാ തോന്നുന്നേ. രാജാവിനേക്കാളും മന്ത്രവാദികളൊക്കെ സുരക്ഷിതരല്ലേ? ഇത് നല്ലതിനല്ല. ഞാൻ എങ്ങനെയാ മൃഗങ്ങളെ രക്ഷിക്കാനാ? ആ രാജകുമാരൻ എന്റെ മന്ത്രം ഫലിക്കുന്നേയില്ല. അവരെ മയക്കെടുക്കാനായിട്ട് നിന്റെ സൗന്ദര്യം പോരെ? എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ പ്രേമിക്കണമെന്നാണോ പറയുന്നേ? അതൊരിക്കലും നടക്കില്ല. നിങ്ങൾ എന്നെ രാജകുമാരിയാക്കാൻ നോക്കുന്നോ? എനിക്ക് അങ്ങനെ ആകാൻ ഒട്ടും ആഗ്രഹമില്ല. ഞാനൊരു യഥാർത്ഥ രാജകുമാരിയായി മാറണം. അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ആരെ കൊണ്ട് സത്യസന്ധമായിട്ടുള്ള ഒരു രാജകുമാരിയായിട്ട് മാറാൻ പറ്റില്ല. അത് എത്ര വലിയ രാജകുമാരിയായാലും പറ്റില്ല. സത്യസന്ധമായിട്ടുള്ള രാജകുമാരിയാണെങ്കിൽ അതായിരിക്കും രാജകുമാരി. അതൊരു വ്യത്യാസപ്പെട്ട കഥ തന്നെയാ. പക്ഷെ ഞാൻ ആ കൊട്ടാരത്തിനകത്ത് ചെല്ലണമെങ്കിൽ രാജകുമാരിയായിരിക്കണം. രാജാവിനെ നേരിട്ട് കാണണം. അതിന്റെ ആവശ്യമില്ലല്ലോ. ആ കൊട്ടാരത്തില് മുമ്പിലും കഥവുണ്ട്, പുറകിലും കഥവുണ്ട്. അറിയോ, എല്ലാ രാജ്ഞിമാരും മുമ്പിലുള്ള വാതിലിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ആർക്ക് വേണമെങ്കിലും പുറകിലെ കഥയിലൂടെ അകത്തേക്ക് വരാം. പക്ഷെ നീ അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിന്റെ അടുത്തുള്ള മന്ത്രശക്തികളൊക്കെ പെട്ടെന്ന് പോകും. പക്ഷെ എന്തുകൊണ്ട്? കാരണം നീ ഈ കാട്ടിൽ ജീവിക്കുന്ന ഒരു മന്ത്രവാദിനിയാ. നിന്റെ അടുത്തുള്ള ഈ ശക്തികളൊക്കെ ഈ കാടാണ് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് നീ ഈ കാട് വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ നിന്റെ ശക്തികളൊക്കെ കാണാണ്ട് പോകും. അതൊന്നും പ്രശ്നമല്ല. എന്നെ കൊണ്ട് എന്റെ മന്ത്രം വെച്ച് അദ്ദേഹത്തെ മയക്കാൻ പറ്റില്ല. അങ്ങനെ ആ രാജാവിനെ മയക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിനി മന്ത്രവാദിനിയായി ഇരിക്കണമെന്ന് ആവശ്യമില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതുകൊണ്ട് ആ പച്ച മന്ത്രവാദിനി കാട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ആ കാട്ടിൽ നിന്നും പുറത്തേക്ക് പോയ അടുത്ത നിമിഷം ആ മന്ത്രശക്തി എല്ലാം നഷ്ടപ്പെട്ടു. ഒരു സാധാരണ പെണ്ണായി കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു. അവിടുത്തെ പാചകക്കാരന്റെ സഹായിയായി മാറി. അങ്ങനെ ഒരു ദിവസം രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ ചെന്നു. ആ ജോലിക്കാരി രാജാവിനെ കണ്ടതും ഒരുപാട് സന്തോഷിച്ചു. കാരണം അവൾ ഇതിനു വേണ്ടിയാണ് അവിടേക്ക് വന്നത്. അതെ കുട്ടി, ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുക? രാജകുമാരന് കഴിക്കാൻ വേണ്ടി ബീൻസ് പറിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യം തന്നെ. നീ പറിച്ച ബീൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തന്നെ. ഇതാണ് ബീൻസ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇതെടുത്തത്. അല്ല, ബീൻസ് എവിടെ പോയി? ഇതിനു മുമ്പ് ഈ കുട്ടിയെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ബീൻസ് എവിടെ? ആ ജോലിക്കാരി പെണ്ണ് ബീൻസ് പറിക്കുമ്പോ ഞാൻ കണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇല്ലല്ലോ. ബീൻസിൽ എന്തായിരിക്കണം മഹാരാജാവേ? ഇതൊന്നും ബീൻസ് അല്ലല്ലോ. എന്റെ ഗാർഡനിൽ വളരുന്ന ബീൻസ് എല്ലാം ബ്രൈറ്റ് റെഡ് കളറായിരിക്കും. അതായത് പച്ചയായിരിക്കും. പക്ഷെ കുക്ക് ചെയ്തതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാൻ വേവിക്കാത്ത ബീൻസാ തിന്നാൻ പോകുന്നത്. ഇത് വേണമെങ്കിൽ എഴുതി വെച്ചു പ്രധാനമന്ത്രി. അന്ന്
ഇത് കണ്ടതിനു ശേഷം പിന്നെ ആ കുട്ടിയെക്കുറിച്ച് ഓർമ്മിക്കാതെ രാജാവിന് ഇരിക്കാനേ പറ്റിയില്ല. ഇതിനു മുൻപേ അവൾ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവളെ അദ്ദേഹം തേടി തുടങ്ങി. ഒരു രാജകുമാരന്റെ കടമകളെല്ലാം തന്നെ അദ്ദേഹം മറന്നുപോയി. മഹാരാജാവേ, എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. അല്ല, നായയുടെ കൊച്ചൊന്നും പറഞ്ഞില്ലല്ലോ മഹാരാജാവേ. മൃഗങ്ങളെ പിടിക്കാൻ കാട്ടിലേക്കൊന്നും പോകുന്നില്ലേ? എന്ത് ജോലി? നായാട്ടോ? എന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ പച്ചക്കറി പറിക്കാൻ പോവുകയാണ്. അതിനേക്കാളും ഇതാണ് എനിക്ക് പ്രാധാന്യം. മഹാരാജാവിന് ഇത് എന്ത് പറ്റി? നായാട്ടിനൊരിക്കലും പോകാതിരിക്കില്ലല്ലോ. അയാൾ കുറെ നാളായിട്ട് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആ പച്ചമന്ത്രവാദിനിയാണ് മയക്കെടുത്തോ? നിന്നെ കുറെ നേരമല്ല ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പോയിക്കായിരുന്നു? നിങ്ങളുടെ രാത്രി ഭക്ഷണത്തിന് വേണ്ടി സേജ് പറിക്കായിരുന്നു. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല. വിഷമിക്കണ്ട, സേജ് കഴിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടത്തെ പാചകക്കാരൻ ചോദിക്കും, ഈ സേജ് കൊണ്ടുപോയില്ലെങ്കിൽ എന്നോട് ഒരുപാട് ദേഷ്യപ്പെടും. നീ എന്റെ കൂടെ പോരെ, ഞാൻ നിന്നെ സഹായിക്കാം. ഇതിൽ പറയപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാജകുമാരനും സേജ് എന്താണെന്ന് അറിയില്ല. അവസാനം അവർ രണ്ടുപേരും റോസ്മേരി പുൽക്കൂട്ടം കണ്ടുപിടിച്ചു. ഇതാണ് സേജ് എന്ന് തീരുമാനിച്ചു. ഇത് നോക്കി, ഈ ബുഷിന്റെ സ്മെല്ല് വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് സേജ് എന്ന് വിചാരിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ. സേജ് എവിടെ വച്ചിരിക്കുന്നേ? ഞാൻ വേഗം ഇവിടുന്ന് പോകട്ടെ. എവിടെ പോയിരുന്നു? ഞാൻ ചോദിച്ച സേജ് എവിടെ? ഇതായിരിക്കുന്നു. ഇത് സേജല്ല. ഇപ്രാവശ്യമെങ്കിലും പോയിട്ട് സേജ് എടുത്തോണ്ട് വാ. മഹാരാജാവേ. അല്ല, പ്രധാന പാചകക്കാരാ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ മഹാരാജാവേ. ഇന്ന് മുതല് ആ പെൺകുട്ടി എന്താണോ പാചകം ചെയ്യുന്നത് അത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. പക്ഷേ മഹാരാജാവേ, അവൾക്ക് കുറേശ്ശെ അറിയുള്ളൂ. അവള് പാചകം ചെയ്യുന്ന ഭക്ഷണം അത്ര സ്വാദൊന്നും ഉണ്ടായിരിക്കില്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും മഹാരാജാവേ. അവള് പാചകം ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ ഒരു സ്വാദും ഉണ്ടായിരിക്കില്ല. പക്ഷേ രാജാവിന്റെ ഉത്തരവാണ് മോനെ ഇതൊക്കെ. അയാൾ എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്തേ പറ്റൂ. ആ പെൺകുട്ടിയോട് ഉടനെ തന്നെ ഇവിടേക്ക് വരാൻ പറയേ. സേജിന് പകരം നമുക്ക് റോസ്മേരി ഉപയോഗിക്കാലോ. അവിടെ വ്യത്യസ്തമായ ഒരു പ്രകൃതം സംഭവിച്ചു. അന്ന് രാത്രി അവർ കഴിച്ച ഭക്ഷണങ്ങൾ, ആ ഭക്ഷണത്തിന് ഒന്നിനും തന്നെ ഒരു സ്വാദും ഇല്ലായിരുന്നു. പക്ഷെ ആ രാജകുമാരന് മാത്രം ആ സ്വാദ് ഇഷ്ടപ്പെട്ടു. രാജകുമാരൻ സുഖം തന്നെയായിട്ടിരിക്കുന്നേ. അവര് കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് എന്തൊക്കെയോ വ്യത്യാസം കാണുന്നുണ്ടല്ലോ. എന്തോ ഒരു തെറ്റുണ്ടല്ലോ. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ പച്ചമന്ത്രവാദിനി എന്തോ ശപിച്ചിരിക്കുന്നെന്നാ തോന്നുന്നു. ആ പച്ച മന്ത്രവാദിനി കാരണം രാജകുമാരൻ മയങ്ങിപ്പോയെന്ന് സഭയിലുള്ള എല്ലാരും സംസാരിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടായ കാര്യം വെച്ച്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കടമകളും മറന്നുപോയി. ഇതിന് തീരുമാനമായി രാജാവിനെ ആ ശാപത്തിൽ നിന്നും രക്ഷിക്കാൻ എല്ലാരും ചേർന്നൊരു തീരുമാനമെടുത്തു. എന്റെ അടുത്തൊരു പ്രധാന വാർത്തയുണ്ട്. നാളെ ഒരു പ്രധാന പന്തുണ്ട്. ആ സഭയിലുള്ളവരൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് രാജകുമാരിമാരുണ്ടായിരിക്കും. നീയും അതോടൊപ്പം വരണം. ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ല. ഞാനൊരു സാധാരണ ജോലിക്കാരിയാണ്. ഞാനൊന്നും രാജകുമാരിയല്ല. നീയല്ലേ ശരിക്കുള്ള രാജകുമാരി? രാജകുമാരിയാണെങ്കിൽ രാജകുമാരന് വേണ്ടി ഇങ്ങനെ പച്ചക്കറിയൊന്നും പറിക്കില്ല. പക്ഷെ മറ്റുള്ളവരൊക്കെ നിന്നെ പോലെ സ്നേഹമുള്ളവരായിരിക്കില്ലല്ലോ. പക്ഷെ മറ്റുള്ള രാജകുമാരികളൊക്കെ ഇതുപോലെ പഴയ വസ്ത്രങ്ങൾ ഇടില്ലല്ലോ. പക്ഷെ മറ്റുള്ളവരെക്കാളും നീ വളരെ സുന്ദരിയാണ്, ബുദ്ധിശാലിയുമാണ്. ഇപ്പൊ പെൺകുട്ടിയോടെ പോയിന്നറിയില്ലല്ലോ. ബോള് കാണാൻ വരാൻ മറക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ യഥാർത്ഥ രാജകുമാരി അല്ലെന്ന്. നീ തീർച്ചയായിട്ടും വരണം. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ആ ആഘോഷം അവിടെ നല്ല രീതിയിൽ നടക്കുകയായിരുന്നു. എല്ലാ നാട്ടിലെ രാജകുമാരികളും രാജാക്കന്മാരോടൊപ്പം ഡാൻസ് കളിക്കുകയായിരുന്നു. രാജകുമാരനെ ഒഴിച്ച് ബാക്കി എല്ലാരും സന്തോഷത്തോടെയായിരുന്നു. രാജാവ് എന്താ ഇങ്ങനെ ഇരിക്കുന്നെന്ന് ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് അവിടെ വ്യത്യസ്തമായ ഒരു സംഭവം ഉണ്ടായി. ഇവളൊരു സാധാരണ ജോലിക്കാരിയാ. ഇവളാണ് ആ പച്ചമന്ത്രവാദിനി. വിഡ്ഢിത്തരം. എല്ലാവർക്കും അറിയാലോ അവളൊരു രാജകുമാരിയാണെന്നുള്ളത്. അതെ, ഇവള് രാജകുമാരി തന്നെയാ. ആ സമയത്ത് ആ സാധാരണ വേലക്കാരി ആരാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ യഥാർത്ഥ രാജകുമാരി ഇവരെ പോലെ ആയിരിക്കണം. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. ഒരു രാജകുമാരനെ കൊണ്ട് മാത്രമേ ഒരു റാണിയെ തിരിച്ചറിയാൻ സാധിക്കൂ. ആ സമയം മുതൽ വേലക്കാരിയായിരുന്ന അവൾ ഒരു റാണിയായി മാറി. നീയാണോ ആ യഥാർത്ഥ പച്ച മന്ത്രവാദിനി? ഇല്ല, ഞാൻ ആ മന്ത്രങ്ങളൊക്കെ മറന്നു. ഈ രാജകുമാരനെ മയക്കാൻ പറ്റാത്തത് കൊണ്ട്. നീ എന്തിനാ എന്നെ മയക്കെടുക്കാൻ ആഗ്രഹിച്ചത്?
കാരണം നീ മൃഗങ്ങളെ തുടർന്ന് വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇനി നിനക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല കേട്ടോ. എന്താ പോരെ? എന്നെ വിശ്വസിക്ക്. നിനക്കറിയില്ലേ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അധികം താൻ ചെയ്ത സത്യം പാലിച്ച് ആ രാജാവ് സൂവിൽ അടച്ചു വെച്ചിരുന്ന മൃഗങ്ങളെ എല്ലാം കാട്ടിലേക്ക് പറഞ്ഞയച്ചു. മൃഗങ്ങളെ വേട്ടയാടുന്നത് തന്നെ നിർത്തി. അന്നു മുതൽ ആ കാട്ടിലെ മൃഗങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ പ്രിയതമ, അങ്ങോട്ട് നോക്ക്, അദ്ദേഹമാണ് എന്റെ ഗുരു. എനിക്കിപ്പോ വളരെ സന്തോഷായി. മുൻപത്തെക്കാളും ഞാൻ ഇപ്പോൾ ഒരുപാട് സന്തോഷവതിയാണ്. നീ ആ രാജാവിനെ പ്രേമിച്ചത് മാത്രമല്ലാതെ ആ മൃഗങ്ങളൊക്കെ ഇവിടെ നിന്ന് വിട്ടയച്ചല്ലോ. നീ ഇപ്പൊ രാജ്യമായി. അല്ല, പിന്നെ നീ എന്തിനാ വീട്ടിൽ ഈ കാട്ടിലേക്ക് വന്നത്? എന്റെ വീട് ഇവിടെയാണുള്ളത്. ഞാൻ ഇദ്ദേഹത്തെ പ്രണയിക്കുന്നെന്ന് അറിയാമോ? എനിക്കിപ്പോ വളരെ സന്തോഷായി. എന്നെ ഓർക്കുമ്പോ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് കാണാൻ വാ. തീർച്ചയായും. ഇങ്ങനെയാണ് ആ പച്ച മന്ത്രവാദിനി തന്റെ സൗന്ദര്യം കൊണ്ട് ആ മൃഗങ്ങളെ രക്ഷിച്ചത്. അതിനുശേഷം അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുപാട് വർഷം ജീവിച്ചു.